മൂന്നുപേരും കൂടെ ചെയ്യും. ഞാൻ ജോയിൻ ഗ്രൂ അടിക്കും സാറേ. അതില് ആ പുള്ളിയോട് സംസാരിച്ചാൽ മതി. ജോയിൻ വോൾട്ടേജ് ജോയിൻ വോൾട്ടേജ് കൊടുത്തു. ഇനി വാസു സ്റ്റാർട്ട് വോൾട്ടേജ് ഞാൻ കൊടുക്കുവാണേ. ഓക്കെ അവര് പോയി കണ്ടിട്ട് വരട്ടെ. അതില് Okay guys, listen. Let's start our plan. We need 2 ghost vehicles and insurgent. You need get from LSVD station. Okay. First destination on the map will be marked on the navigation. Okay. After you take the vehicles, you should head to the location where the safe is. Blast the wall, hook the hook and start pushing the gas. Once the safe out of the way, you must take a safe to second destination on the map. Open the safe and get dusty with the money. Okay. സെക്കൻഡ് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വോൾട്ട് എടുത്തോണ്ട് ഇവിടെ വരണം. തിരിച്ച് സാൻഡി വരണം. സാൻഡി എയർഫീൽഡിൽ വരണം. ഫൈനൽ ലൊക്കേഷൻ ഇവിടെ അല്ല, സാൻഡി എയർഫീൽഡ്. മാപ്പ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവിടെ എത്തിച്ചാൽ മതി. അപ്പം തുടങ്ങാം. അതായത് ഈ ഏരിയയിലാണ് തീരുന്നത് ലാസ്റ്റ്. നമ്മളിപ്പോ മാപ്പ് ശ്രദ്ധിച്ചു നോക്കി. ആ മാപ്പ് MRPD എടുക്കാൻ കിടക്കുന്നത്. അവിടെ ഇവിടുന്ന് നമ്മളിപ്പോ MRPDയിലോട്ട് പോകണം. അവിടെ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ കിടപ്പുണ്ടാവും. ആ വണ്ടികൾ എടുത്തോണ്ട് വേണം സെക്കൻഡ് ലൊക്കേഷനിലോട്ട് പോകാൻ. സെക്കൻഡ് ലൊക്കേഷനിൽ പോയിട്ട് വോൾട്ട് എടുക്കണം. വോൾട്ട് എടുത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലൊക്കേഷൻ ആണ് സാൻഡി. കാണുന്നുണ്ടോ? സാൻഡി എയർഫീൽഡ്. അവിടെ വരണം. അതാണ് ആ പ്ലാനിലുള്ളത്. ബായ സാറെ കോടി ആ ഡിഫൻഡറിലോട്ട് പോയോ? സരക്കരല്ലേ ഇത് കയറാൻ പറ. ഷാജിപ്പാപ്പൻ ഷാജിപ്പാപ്പൻ അവിടെ മറ്റേ എടുത്തോട്ട് എത്തിയാ മതി. പോട്ടെ. MRPD അറിയാവോ? എനിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. കോളേജ് പറഞ്ഞാടാ. കോളേജ് പോയേ. വിഷയം പിന്നല്ല. പുറകെ ഉണ്ടല്ലോ. Let's go. അത് ടോളായിരുന്നല്ലേ. ഹലോ കേൾക്കാം. ഞാൻ പറയാം. ഹലോ കേൾക്കാം. ഓക്കെ. മാപ്പിൽ വേറെ ആരോ എന്തോ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ റെഡി ആയില്ലേ? ഇപ്പൊ റെഡി. ഇവിടെ ലെഫ്റ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റ് ചെയ്ത് ഇവിടെ വണ്ടിയുണ്ടോ? ഓക്കെ. ഇവിടുന്ന് ഇതാണ് ഞാൻ പറഞ്ഞ 2 2 സീറ്റർ 4 സീറ്റർ. ഓക്കെ. ഇതില് സ്പ്ലിറ്റ് ചെയ്ത് വണ്ടി എടുത്താൽ മതി. ഓക്കെ. ഒരു വണ്ടി വാസവന് ഒരു വണ്ടി എടുക്കുക. സരക്ക് ഒരു വണ്ടി എടുക്കുക. ഞാൻ എടുക്കാം. വാ. പോണ വഴിന്ന് വണ്ടി മാറ്റാടാ. എന്തായാലും വണ്ടി ഇറക്കാണ്ടാവും. വണ്ടി മാറ്റി കിട്ടും. മിനി ഗെയിം ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അറിയാമോ അത്? ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് താഴോട്ട് നീക്കുമ്പോഴേ ഒരു കുണുന്നൊരു ശബ്ദം കേൾക്കും. അത് കഴിയുമ്പോൾ മറ്റേ സൈഡ് നീക്കുക. എന്നിട്ട് വീണ്ടും താഴോട്ട് 1 2 3 4 വീണ്ടും ലെഫ്റ്റ് സൈഡിലെ താഴോട്ട് നീക്കുക. വീണ്ടും അതേ സൗണ്ട് കേൾക്കുമ്പോൾ അത് കറക്റ്റാണ്. മനസ്സിലായോ? ഇതെന്ത് ജി അടിച്ചിട്ട്
ഇതെന്താ വണ്ടി? അത് കംപ്ലീറ്റ് ആയോ? ആരും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ഹലോ, ഇതിനകത്ത് എങ്ങനെ ഇറങ്ങുന്നേ? സാറേ ഇറങ്ങാൻ പറ്റത്തില്ല സാറേ. സാറ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇല്ല, അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നേ? ഹോട്ടലല്ലേ സാർ? അതല്ലടാ, മിണ്ടാതിരിയടാ, അങ്ങനെ അല്ലടാ ചെയ്യുന്നേ. പുള്ളി പറഞ്ഞു തരട്ടെ. പറഞ്ഞു ചേട്ടാ, പറഞ്ഞോ ബ്രോ. ഹലോ 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 കേക്കാവോ? ഹലോ. ഇതെങ്ങനെയാണ് ഇത്? എന്താണ് മാച്ച് ചെയ്യേണ്ടത് ഇത്? അതായത് സാറ് അത് അപ്പാര ഡൗൺ ആരെ അടിക്കുമ്പോഴത്തേക്ക് നമ്മള് സൗണ്ട് കേൾക്കുമ്പോ അത് കറക്റ്റ് വെച്ചാൽ മതി. സൗണ്ട് കേൾക്കുമ്പോ സാറ് സൗണ്ട് കേൾക്കും, ഒരു വെറൈറ്റി സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുന്നിടത്ത് അവിടെ തന്നെ വെക്കുക. അടുത്തത് റൈറ്റ് ആരോ അടിച്ചിട്ട് അടുത്തത് സെയിം അതുപോലെ തന്നെ വെക്കുക. സെയിം ഒരു സൗണ്ട്, ഒരു നോർമലി കേൾക്കുന്ന സൗണ്ട് അല്ലാതെ വേറെ സൗണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിൽ 4 ഇത് കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡില് ആദ്യത്തെ ലോക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ അനക്കുക. മനസ്സിലായോ? റൈറ്റ് സൈഡിൽ അനങ്ങുമ്പം ഒരു വ്യത്യസ്ത സൗണ്ട് കേൾക്കും ഈ ഇതില്. അതാണ് കറക്റ്റ് വയറ്. മനസ്സിലായോ? കഴിഞ്ഞു. കഴിവുള്ള എന്തിനാന്നല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നല്ല, സൗണ്ട് കട്ടാവുന്ന റീഫ്രഷ്. ബാക്കിയുള്ളവരെ ഫോളോ ചെയ്തോ? മാപ്പിൽ ലൊക്കേഷൻ മാർക്കായി. അടുത്ത ലൊക്കേഷൻ മനസ്സിലായോ? എല്ലാരും വണ്ടി എടുത്താ ജി ഞെക്കിയാ സ്റ്റാർട്ട് ആവും. ഒരാൾക്ക് എന്റെ വണ്ടി കയറാവേ. ഒരാൾക്ക് തപ്പി നോക്കല്ലേ? അതിപ്പോ ഫോട്ടോ അറിയണം എച്ചേക്കിട്ട്. വണ്ടി എടുത്താ ഹോട്ട് വെയർ ആണല്ലേ? എച്ചേക്ക് ഫോട്ടോ എന്നിട്ട് ജി ഞെക്കി സ്റ്റാർട്ട്. അത്രേ ഉള്ളൂ. ഞാൻ ഈ വണ്ടി ഫ്രണ്ടിലോട്ട് മാറ്റോ? മാറ്റ ഇല്ല. ഓക്കെ, ഫോളോ ചെയ്തോ. ഞാൻ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് പോകണം. ആ ലൊക്കേഷനിലോട്ട് പോക്കോ. ഞാൻ ഏറ്റവും പറയല്ലേ അസോനിന്റെ അകത്തോട്ട് ലെഫ്റ്റ്, എന്നിട്ട് അകത്തോട്ട് കാണാൻ നേരെ പോക്കോ. സ്ട്രൈറ്റ് പോക്കോട്ടെ. ഓടിച്ചു താഴെ ഇറങ്ങി. എന്നിട്ട് എനിക്കിവിടെ ലോഡ് ആയിട്ടില്ല കേട്ടോ. റൈറ്റ് നേരെ ഇവിടുന്ന് റൈറ്റ്. ഇവിടെ നിർത്തിക്കോ. ആ 2 വണ്ടിയും തിരിച്ചിട്ടാൻ പറഞ്ഞോ. കാറ് ആ 2 വണ്ടി തിരിച്ചിട്ടോ. കാർ 2 തിരിച്ചിട്ടോ. ഇതും തിരിച്ചിടണോ? വേണ്ട. എന്നിട്ട് ബസ് പറയാൻ കയറിയിരുന്നു. സൗണ്ട് ബ്രേക്ക് റിഫ്രഷ് ചെയ്താൽ മതിയേ. അസോനെ, ഇനി ഞാനൊരു സാധനം തരാം. ഓക്കെ, ഇത് പിടിപ്പിച്ചിട്ട് അധികം നേരം അവിടെ നിൽക്കരുത്. ഓക്കെ കേട്ടോ? ഓക്കെ. ആധാർ നമ്പർ എത്ര? 21. ആ, കിട്ടിയില്ലേ? ഓക്കെ, കിട്ടി. നേരെ ഇവിടെ വരൂ. നേരെ ഇവിടെ കണ്ണ് വെച്ചിട്ട് നോക്കുമ്പോ കാണുന്നുണ്ടോ എന്തേലും? ഇല്ല. ഉണ്ട്. ഫിക്സ് ചെയ്തിട്ട് വന്നോ കേട്ടോ. ഓടിക്കോ. സമയം തീർന്നോ? ഇല്ല, സമയം തീർന്നോണ്ടിരിക്കുന്നു. വോൾട്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഇവർ 2 ഹുക്ക് പിടിപ്പിക്കണം. 59 37. ഇത് 2 പേരും അത് വണ്ടിയുടെ അടുക്ക പോയി യൂസ് അടിക്കേ. ബാക്കി അകത്തിരുന്നോണ്ട് യൂസ് അടിക്കേ. ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കണേ? കുറച്ചുകൂടെ ബാക്കിലോട്ട് എടുത്തിട്ടോ. യൂസ് അടിച്ചാ എന്ത് പറ്റി?
ഒന്നും കാണിക്കില്ല. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നീക്കിയിട്ടോ. യൂസ് അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാ യൂസ് അടിച്ചിട്ട് വണ്ടി നിറയിക്കോ സാറൊക്കെ. ഈ അടിച്ച് വണ്ടിയാണ് ഈ അടിച്ച് ടേക്ക് ദ ഹുക്ക്. ഈ അടിച്ചോ. ഈ അടിക്ക്. എന്നിട്ട് ആ ഓൾട്ടി കൊണ്ട് കണക്ട്. യു നീഡ് ദിസ് റോപ്പ്. എന്റെ അമ്മച്ചി എന്ത് സാധനമല്ലേ. രണ്ടെണ്ണം കണക്ട് ചെയ്യണോ? രണ്ടെണ്ണം കണക്ട് ചെയ്യണം. ഒന്ന് മാറോ ഓഹോ ഒന്ന് ക്ലോസ് ചെയ്തിട്ടെ. ഇത് മനസ്സിലായില്ലേ? അത് തന്നെ യൂസ് അടിച്ചിട്ട് ഈ അടിച്ചിറങ്ങിയാൽ മതി. ആ റോപ്പ് യൂസ് ചെയ്യണം. റോപ്പ് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഈ അടിച്ച് ഇറങ്ങി വന്നില്ല. ഇല്ല എനിക്ക് കാണിക്കുന്നുണ്ട് ടേക്ക് ദ ഹുക്ക് എന്ന് പറഞ്ഞിട്ട്. അന്ന് വാസവ എടുത്ത് ടേക്ക് ദ ഹുക്ക്. യു നീഡ് ദിസ് റോപ്പ്. ഞാൻ തരാം. അപ്പം ഞാൻ റോപ്പ് അണ്ണനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അണ്ണയുടെ സാർ ഐഡി എന്ന് പറയാൻ 21 ആണ്. 21. സാർ കയറിയിട്ട് യൂസ് ചെയ്തിട്ട് ഈ അടിച്ചത് ടേക്ക് ദ ഹുക്ക് എന്ന് വലിയത് കാണിക്കുന്നുണ്ടായിരുന്നു ബ്രോ. അതൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പൊ ഈ കാണിച്ചാ ഈ കാണിച്ച് ഈ ചെക്കിട്ട് ഇറങ്ങിക്കോ. ഇറങ്ങി എന്നിട്ട് ബാക്കിൽ വന്നില്ലേ നേരെ ആദ്യം കൊണ്ട് കൊളുത്തിയാ മതി. അപ്പൊ ആ വണ്ടി ഞാൻ അറ്റാച്ച് പോലീസ് എത്താറായി കേട്ടോ. അറ്റാച്ച് ദ റോപ്പ് ടു ഓൾട്ട് ഏതാണോ? ഈ ആണോ? അത് തന്നെ. അല്ല എനിക്ക് അവിടെ എന്തോ FPS നടക്കുന്നുണ്ട്, കണ്ണ് കാണാൻ പറ്റുന്നില്ല. ല്ലേ ഓക്കെ. ഇനി വണ്ടി എടുത്തോ ഈ വണ്ടി എടുത്തോ. ഇതെടുത്തിട്ട് രണ്ടുപേര് സരക്കെ ഫുൾ സ്പീഡിൽ ഫ്രണ്ടിലോട്ട്. വലിച്ചോ. റിവേഴ്സ് വലി റിവേഴ്സ് ഇട്. എന്നിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട്. എടുത്തോ. വലി വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട്. അവിടെ ഫ്രണ്ട് മതിലാ. ഫ്രണ്ട് മതില്. ഇടത്തോട്ട്. മാറില്ലേ? മറ്റേ വണ്ടി കയറ്. ഒരുമിച്ച് ഒരു സൈഡിലോട്ട് പോണേ. രണ്ട് സൈഡിലോട്ട് കൊണ്ടുപോകല്ലേ. ഈ സൈഡിലോട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഫ്രണ്ടിൽ കൂടെ എടുത്തോ. ഫ്രണ്ടിൽ കൂടെ കാണിക്കുന്നില്ല. ഒരു സൈഡിൽ കൂടി അതിന്റെ നടുക്കൂടി എടുക്കാൻ പറ്റൂല. എടുത്തോ കുഴപ്പമില്ല. പോട്ടെ നടുക്കോടെ പില്ലർ നമുക്ക് സാൻഡിലോട്ടാ പോട്ടെ. സാൻഡിലോട്ട് എടുത്തോട്ട്. വണ്ടി മാറണേ നമ്മളെ വണ്ടി വോൾട്ട് വെച്ച് ഓൾട്ടോ ചിടിച്ചിട്ട് പോലീസിന്റെ വണ്ടി ഇടി. നമ്മൾ ഇടിക്കാൻ സരക്കിന്റെ ശബ്ദം കേൾക്കുന്നില്ല. എനിക്ക് കോളൊന്നും കേൾക്കുന്നില്ല. സരക്ക് എന്റെ വണ്ടി കൊണ്ട് ഇടിക്കുന്നത് അതോളൂ. വാസന വോൾട്ട് തിരിച്ചു നോക്കത്തോളൂ. സരക്ക് എനിക്ക് ഏത് സൈഡാ? നേരെ എടാ ഇവന്മാര് ഡിഫൻഡർ കൊണ്ട് പോലീസിനെ ഇടിച്ചു കളഞ്ഞോണ്ടിരുന്നാ മതിയെ. ബോൾട്ട് ഇടിക്കട്ടെ. പോട്ടെ. ഇവിടെ എനിക്ക് ലോഡായിടാ. ബ്ലോക്ക് ചെയ്യടാ. ലെഫ്റ്റ് ആണ്. ബ്ലോക്ക് വണ്ടി ബ്ലോക്ക്. ബാക്കിയുള്ള എല്ലാരും സ്റ്റാൻഡില്ല. മെയിൻ എന്റെ വണ്ടി പിടിക്കാതാ. പോട്ട് ആ ലൈൻ വെച്ച് രണ്ടുപേരും മുമ്പ് വെച്ച് വെക്കോ. നിങ്ങളെ വിട്ടു പോ. അയ്യോ ഡിഫൻഡർ ബ്ലോക്ക് മറിച്ച് ലൊക്കേഷൻ കാണിക്കുന്നില്ലേ?
വീട് ലെഫ്റ്റ് സൈഡിൽ കൂടി കയറിയേ. ഇതിനെ ഓർമ്മയ്ക്ക് അവര് കയറി പെടുന്നേറ് ഇടിച്ച് മറിച്ചിട്ടുണ്ട്. ഈ ടോളിന്റെ ഇടയിൽ കൂടെ പോവോ ഇത്? എന്തിനു ചെയ്യും? വണ്ടി കയറി. നമുക്കൊന്ന് എന്റെ കൈ ഇവന്റെ ഒറ്റ പെട്രോൾ അടിക്കാൻ പറ്റുമോ? ബാക്കിലോട്ട് നോക്കിയേ. ഒരു വണ്ടി രണ്ട് വണ്ടി വരുന്നത് ഒരു വണ്ടി മറിച്ച് കുഴപ്പമില്ല മറിച്ച് ആ വരുന്നില്ല, ഒരു വണ്ടി ബാക്കിലോട്ട് കൊടുക്കണം, ഒരു വണ്ടി ഫ്രണ്ടിൽ പോകണം. ആ പോട്ടെ വലിച്ചോ ഒന്നിലോട്ടെടുത്തു ഇടിച്ച് നിൽക്കുന്നതാ. ആ വണ്ടന്മാരോട് ഫ്രണ്ടിലുള്ള പോലീസിനെ ക്ലിയർ ആയി പറ എടാ ഫ്രണ്ടിലുള്ള പോലീസിനെ ക്ലിയർ ചെയ്യണം. വീണ്ടും മുഖത്തെടുത്തോളി ബാക്കിലോട്ടൊന്ന് ബാക്കിലോട്ടാക്ക്. അതൊന്ന് ബാക്കിലോട്ടാക്ക്. ആ ഓക്കെ വണ്ടി ആ അത്രേ ഉള്ളു എടാ വാടാ വണ്ടിയുടെ എല്ലായിടത്തും ഓക്കെ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് ഹൈവേ. ഞാനുള്ള സൈഡിൽ നീ പോകുന്ന ഞാൻ പോകുന്നതാണ്. വീട് ലെഫ്റ്റ് സൈഡിൽ കൂടി കയറാൻ നോക്കുവാണ്. ഇപ്പൊ ഫ്രണ്ട് വരുവേ നമ്മളെ അവന്മാരെ നോക്കിയാ ലെഫ്റ്റ് സൈഡിലെ ഹൈവേ. നമ്മളേറ്റ് വണ്ടി ഇരിക്കല്ലടാ ലെഫ്റ്റ് സൈഡിലെ ഹൈവേ. അവര് വന്ന് ഫ്രണ്ട് വന്ന് ഇത് ഫാസ്റ്റ് ഇത് ബാക്കിയുള്ളവരൊക്കെ ഡിഫൻഡറൊക്കെ എന്തേ അവന്മാരൊക്കെ ചായ കുടിക്കാൻ പോയിരിക്കണ്. സാൻഡി റൈറ്റ് വെള്ളോട്ട് മനസ്സിലായി ഫ്രണ്ട് ഡ്രൈവ് ആഴ്ച ബസ് കയറ് ലെഫ്റ്റാണ് തിരിയാനുള്ളത്. ഇവിടെ ലെഫ്റ്റ് തിരിയാനുള്ളത്. എടാ നീയാണ് അങ്ങോട്ട് പോണത്. തിരിച്ചോ ലെഫ്റ്റ്. അയ്യോ എന്നെ വണ്ടി പറഞ്ഞു. ഒന്ന് ഇടിയടാ വണ്ടി പറഞ്ഞു. മതിലിന്റെ അപ്പുറപ്പുറമായി പോയി വണ്ടി. കുഴപ്പമില്ല അയ്യോ അങ്ങോട്ടാ പോണ്ടേ ബാക്കിലോട്ട് ആ പാലം കയറണം പാലം ഇവിടെ നിന്ന് കയറിയിട്ട് നേരെ ലെഫ്റ്റ് ഇടേ. അതാണ് എളുപ്പം. ഇടിക്കുന്ന പാലത്തിന്റെ എല്ലാരും ആ പാലത്തിന്റെ ഇവിടെ ലെഫ്റ്റ്. ലെഫ്റ്റ് അത്രേ ഉള്ളു വീടിനെ കൊണ്ട് വിടല് പറ ബാക്കിയുള്ള ഡിഫൻഡറൊക്കെ അവിടെ പോയി എടാ പീടി ഇങ്ങോട്ട് വിടല്ലേ നിങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുക. ബാക്കി ഡിഫൻഡറൊക്കെ എന്ത് ചെയ്യേ? വഴി പെട്രോൾ നടക്കുവാണ. സൂപ്പർ ഇല്ല നമ്മളുണ്ട് നമ്മൾ പറയാനുണ്ട്. ലെഫ്റ്റ് പോയ പമ്പിൽ ഇവിടെ ഇറക്കില്ല കൊണ്ട് കൂടാ Need to drop the hook. ഒരാളെ പിക്ക് ചെയ്ത് തന്നെ. എവിടെയാണോ അവര് പോയത്? ഇവിടെ അല്ലേ ഉറപ്പായോ ഒരു വണ്ടി നിർത്തിക്കാണ്. ഡെലിവറി സേഫ് ആയല്ലേ പീഡി ക്ലിയർ ആയി പറഞ്ഞാൽ മതി കണ്ണ് വെട്ടിച്ചിട്ട് കൊടുക്കണല്ലേ പറഞ്ഞേ. കണ്ണ് വെട്ടിക്കണ്ടേ? വെട്ടിക്കാണ്ടല്ലേ ഇപ്പൊ നമ്മളവിടെ നിർത്തിയേക്കണേ. ഇല്ല ഇവിടെ കൊണ്ട് എത്തിച്ചാ മതി. പേടിക്കണ്ട ബാക്കി മിസ്റക്സ് നോക്കിക്കോളും. കണ്ണ് വെട്ടിക്കാണ്ട് ഇനിയിപ്പോ അവര് ഇവിടെ തന്നെ ഇല്ല ബാക്കി മിസ്റ്ററക്സ് നോക്കിക്കോളും. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അത്. പേടി തിരിച്ചു. നിങ്ങൾ അങ്ങോട്ടുണ്ടെ ഫിറ്റ് ചെയ്യണ്ട. ഇങ്ങോട്ട് വരാണെങ്കിൽ എത്ര അടിച്ചു അതെ. ഇല്ല നമുക്ക് അവര് പോയി തിരിച്ചോ. ഹലോ ഈ രണ്ട് വണ്ടികൾ ഓ ഹലോ കേക്കാവോ? കേൾക്കാം. നിങ്ങൾ പറഞ്ഞ സാധനം സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മള് പെട്രോൾ അടിച്ചിട്ടാ. റെസ്റ്റ് ഓഫ് ദി പിടി നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം പിടിനെ. ഓക്കെ ഫ്രം നെക്സ്റ്റ് ടൈം പിടി ഉണ്ടെങ്കിൽ വി വിൽ സ്റ്റെപ്പ് അവേ ഫ്രം ദാറ്റ്. ഒരു കുഴപ്പമില്ല. ഓക്കെ ഇവിടെ വരുമ്പോ ആസ് വി ഡിസ്കസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് നമ്മൾ വെറും ബിസിനസ് എൻറ്റിറ്റി ആണ്. മനസ്സിലായി. ഞങ്ങളുടെ തോക്കില്ലാത്തോണ്ടാണ്. അടുത്ത വട്ടം വരുമ്പോ ഇതുപോലെ സൈറൺ ഉണ്ടാവൂല. ഞങ്ങൾ മാത്രമേ വരുള്ളൂ. അവര് ജീവനോട് ഇവിടെ വന്നാലല്ല നിങ്ങളുടെ മുഖം കാണേണ്ട വരുള്ളൂ. അല്ല നമ്മള് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ വന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ തന്ന വണ്ടികൾ ഇത് ഇത്രയും മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് മനസ്സിലായി സഡൻ ആയിട്ടൊരു പ്ലാൻ അല്ലേ? അല്ല ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് നമുക്ക് 3 വണ്ടികളാണ്. ഈ 3 വണ്ടികളേ ഉള്ളു സ്ഥലക്ക്. ഈ വണ്ടി തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ?
നമുക്ക് ഈ വണ്ടി തന്നെയാണ് നമുക്ക് ഇത് കിട്ടണം. അപ്പൊ അടുത്ത ഇനി തൊട്ട് കൺസ്യൂമൻസ് വരുന്ന സമയത്ത് നമ്മളിവിടെ എത്തിക്കണം. ലൈക്ക് ഇതുപോലെ എത്തിച്ചാൽ മതി. ഈ വണ്ടി തന്നെ അത് ചെയ്യുന്നത്. അല്ല അപ്പൊ 8 പേരാണോ ചെയ്യേണ്ടത്? 6 പേര്. എക്സ്ട്രാ 2 വണ്ടി മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. എത്ര ഒരു വരുമെന്നല്ലോ നിങ്ങൾക്ക് ഐഡിയ? എക്സ്ട്രാ നമുക്ക് 2 വണ്ടി കൂടി യൂസ് ചെയ്യാൻ പറ്റും. 7 ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് തരാനുള്ള സാധനം ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഇൻ ചില്യാട് ലേക്ക്. ചില്യാട് ലേക്ക് ഉണ്ട്. ഐ തിങ്ക് മിസ്റ്റർ AP. സോ പ്ലീസ് ബ്രിങ് ദം ഓവർ ദർ. നമ്മുടെ ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച്. Okay, so Mr. Vasu, this was nice business. Thank you. I hope we can go like this only. Yeah, for sure. Okay. Yeah. Okay. Anyway, nice to meet you. Thank you so much. We'll see you again. Yeah. Nice to meet you too. Let's go. അപ്പൊ ഇനി എന്താ ടാസ്ക്? ഇനി നമുക്ക് ഇവരിപ്പോ നിങ്ങൾ ഇതിപ്പോ കൊണ്ടുവന്നതിന് ഇവരൊരു സൈഡിൽ ഗിഫ്റ്റ് ഉണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ചില്യാടിന്റെ ലേക്കിലോട്ട് ചെല്ലണം. ഒരു വണ്ടി ഫോളോ ചെയ്ത് പോകട്ടെ. വണ്ടി എടുത്ത ഡിഫറെന്റ് എടുത്തു. സർക്കിനോട് കയറി പലേറ്റോയിലോട്ട് പോകുക വാസവനെ, ഞാൻ മാർക്ക് ചെയ്യാം. ഇതില് ഫ്യൂൽ ഇല്ല. ഇല്ല, ഇത് പോത്തില്ലടാ. പോയാലല്ല പോകുന്നില്ല. ഞാൻ എന്റെ ക്യാനില്ലേ? ഇല്ല, അവിടെ ക്യാൻ വാങ്ങിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് വാസവനെ. സർക്കില്ലേ? ഇതില് പ്രശ്നമുണ്ടല്ലോ. ആ മാർക്ക് തെറ്റാ. ഞാൻ പറയുന്ന പോലെ പോയാൽ മതി. എടാ ഈ വണ്ടി ഫോളോ. ഫ്രണ്ടില് റിപ്പയർ സ്റ്റേഷൻ ഉണ്ട്. ഇവർക്കൊക്കെ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. എടാ ഫ്രണ്ടില് റിപ്പയർ സ്റ്റേഷൻ ഉണ്ട്. ആർക്കെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ റിപ്പയർ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. ഇവിടെ റിപ്പയർ ചെയ്യുന്നെങ്കിൽ റിപ്പയർ ചെയ്യട്ടോ. ആർക്കെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്തോ. ഇവിടെ റെഡ് കളർ കാണിക്കുന്നത് എന്താണ്? ഇത് കാഴ്ചയുടെ എന്ത് പ്രശ്നം? അത് റെഡി ആയിക്കോളൂ. ആണോ? ഓക്കെ. ഇവിടെ എന്തോ പുതിയ സാധനം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പണിപ്പരയില്ല. സൗണ്ട് ഇഷ്യൂ ഉള്ളവരെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്താൽ സെറ്റ് ആവും കേട്ടോ. റീഫ്രഷ് ചെയ്താൽ മതി. സൗണ്ട് ഇഷ്യൂ ഉള്ള എല്ലാം നേരെ പലേറ്റ് മാപ്പ് നോക്കണ്ട. അപ്പുറത്ത് കിട്ടുമോ? എന്തോ ഇവിടെ കിട്ടുന്ന ഗണ്ണൊക്കെ ഇല്ലേ ഗിഫ്റ്റ്? ഇതൊക്കെ അപ്പുറത്ത് കിട്ടുമോ? അപ്പുറത്തേക്ക് വേണ്ടിട്ടാണ് ഇവിടെ ഗിഫ്റ്റ് വരുന്നത്. ഇത് നേരെ സൗണ്ട് ഇഷ്യൂ ഉള്ളവർ റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ സ്റ്റാച്ചിൽ വന്നോളൂ സാറൊക്കെ ഓട്ടോമാറ്റിക്കലി. ഇവിടെ ഉണ്ട്. എല്ലാ പമ്പിലും ഉണ്ടല്ലോ അത്. ഷോപ്പല്ല ഇവിടെ. മേലോട്ട് കറണേ. മേലോട്ട് കയറി പറഞ്ഞേ. മേലോട്ട് ഇത് നമ്മള് വെച്ച ഇതാണല്ലേ ആ റോഡ്. നോ സൗണ്ട്. സൗണ്ട് ഇഷ്യൂ ഇപ്പോഴും ഉണ്ടോന്നൊന്ന് പറയോ? ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണേ. സൗണ്ട് ഇതൊക്കെ വലിച്ചു കയറി വരേണ്ടി വരും. ബെസ്റ്റ് ഡ്രൈവർ ഇൻ ദ സിറ്റി അവാർഡ് അപ്പൊ ഓർമ്മയില്ല. നമ്മള് മോർപ്പി കളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയായിരുന്നു. ഷോർട്ട് കട്ട് എടുത്ത് റിവേഴ്സിൽ തന്നെ നമ്മള് ബെസ്റ്റ് ഡ്രൈവർ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മള് പറയുമ്പോ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞത് നല്ലതാണ്. സാറൊക്കെ ശബ്ദം കുറവാ. നീ ഇതിടോ. അത് ഏതാണ് ബട്ടൺ? ഏതാണ്? H അല്ലേ? ഏതാണ്? F11 അല്ല.
ഈ സൗണ്ട് കിട്ടുന്ന ബട്ടൺ ഏതാണ് ഡിഫോൾട്ട്? എച്ചാണ് ഉള്ളത്, പക്ഷെ അത് മാറി കിടക്കും ഇടയ്ക്കിടയ്ക്ക്. ലെവലിലോട്ട് പോകും. നേരെ മറ്റേ ബാധിക്ക് ഉത്തരം തരിക ഇത് പക്ഷെ കൊള്ളാം കേട്ടോ. ചില്ലയാട് ഇപ്പൊ ഒറ്റ വഴി, മറ്റേ മലയും കുന്നും ഒന്നും കേറണ്ട. ഇത് നമ്മളെ മറ്റേ സിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ. കണ്ടാ അത് F11 ആണോടാ അത്? ഇപ്പൊ കുറഞ്ഞു നിന്റെ സൗണ്ട്. ഇല്ല ഇപ്പൊ കൊറേ വഴിയില്ല. ഇപ്പൊ ഷൗട്ടിംഗ് ആണ്. എനിക്കേക്കാണ് എന്റെ ശബ്ദം നല്ല രീതിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര കുറവാ. ഇത്ര വളർന്നൊരു വരാത്ത രീതിയിൽ നേരെ പോണ ഒരു അതെ, ഒരു ഒറ്റ ഹൈവേ നേരെ. മലയാ പറഞ്ഞ അല്ല എന്നാലും എളുപ്പമായിരുന്നു. മൂന്നാർ കയറുന്ന പോലെ മറ്റേ സത്യം ഞാനത് ആലോചിക്കാറുണ്ട്. മൂന്നാറൊക്കെ പോകുമ്പോ എന്തിനാണ് ഇവർ ഇങ്ങനെ വളവ് പണിതേക്കുന്നത്? നേരെ പണിതുകൂടായിരുന്നു. നേരെ കുത്തനെ താഴോട്ട് വരുന്നുണ്ടോ? ഓ അത് ശരിയല്ലേ, ഒറ്റ കയറ്റായി പോവല്ലേ ഇതേ. വിട്ടടിച്ചൊക്കെ പറഞ്ഞ പോലെ കുറച്ചായാലും സത്യം അരമണിക്കൂറായിട്ടോ ഞാൻ വളവ് തിരിയാണ്. ആളെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പോലും ഇത്ര വളർത്തിട്ടില്ല. സത്യം. എന്നാലും എന്തിനായിരിക്കും ഇങ്ങനെ നേരെ പണിയാതെ ഇത് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത്? ഗൈസ് ആർക്കെങ്കിലും അറിയാമോ അത്? മാത്രം പ്രശ്നമാണോ ഇത് നമ്മള് ലൂപ്പിലാണ് കേട്ടാ. നമ്മള് വീണ്ടും ഇവിടെ തന്നെ വന്നോണ്ടിരിക്കണേ. ഇത് നിങ്ങളെ മറ്റേ ലൂപ്പ് കൊണ്ടുവച്ചതാണ്. ഇത് കുറച്ചു ഞാൻ എന്താ ഇവിടെ രണ്ടോട്ട് വന്ന് വേറെ കാണുന്നില്ല. ഓൾമോസ്റ്റ് എത്തി നമ്മള്. ഇവരെങ്ങനെ ഓവർടേക്ക് വെയിറ്റ് ചെയ്യണ്ട. ഒരു തട്ട് കൊടുത്തോ, ഇടിച്ച് തെറിപ്പിച്ച് ഇതൊക്കെ അതാണ് സോറി എന്തുവാടാ ഇത്? മിസ്റ്റർ എക്സ് താരം കൊണ്ട് വരുന്നതേ ഉള്ളവര്. നമ്മളതിന് മേളിലെത്തി. അവിടെ കോളം ഉണ്ടോ കേട്ടാ? പള്ളിക്കൊണ്ട് എവിടെയാടാ പോണേ? പൊക്കോളെ. അല്ല സംഭവം മനസ്സിലായില്ലേ? അവര് മറ്റേ മുടക്കാവുന്ന ടീമാണ് ബ്ലോക്ക് ചെയ്തത്. പെട്ടെന്ന് മഞ്ഞായ അത് ചില്ലിയാടെത്തുമ്പോ മഞ്ഞാവും. ആണോ? ചില്ലയാടില് ചില്ലായിട്ടിരിക്കാനാണോ? കപ്പിൾസിനൊക്കെ ചില്ലിയാടിന്റെ പല കാര്യങ്ങളും ഉപകാരങ്ങളുണ്ടെന്നാ കേട്ടോ. അതുകൊണ്ട് പിന്നെ മഞ്ഞാകട്ടെന്ന് വെച്ചു. അത് കൊള്ളാം. അത് അവിടെ മഞ്ഞില്ലാത്തോണ്ട്. ഇപ്പൊ മഞ്ഞ് പോയി. മഞ്ഞ് പോയി. അവിടെ അത്രയും ഭാഗത്താട്ടോ മഞ്ഞ് പോയത്. ആണല്ലേ? അപ്പുറത്തെ സൈഡ് കറക്റ്റ് ആയിട്ടുണ്ടോ? ഇപ്പുറത്ത് നമ്മള് അപ്പന് ഇത് ഓർക്കാത്തോണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ ഒരു 20 മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ റോഡിൽ തന്നെയാ. ഏകദേശം 20 മിനിറ്റ് ആയി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അറിയത്തോണ്ടാ. ചില്ലാടി സാധാരണ പറഞ്ഞ ഇത്ര ദൂരം ഇല്ല. ചില്ലാടി ഞങ്ങൾ പെട്ടെന്ന് സാറിന് പോകാറുള്ളത്. കാരണം മേളിൽ പോയിട്ട് താഴോട്ടിറങ്ങുന്ന പറഞ്ഞ ഉരുണ്ടാ വരുന്നത്. പിന്നെ ഇത് അരമണിക്കൂറുള്ള ഒരേ വഴി തന്നെ. കടലിന്റെ അവിടെ പോയി സംസാരിക്കുന്നത്. ലേക്ക് ഇവിടെയാണല്ലേ? ചില്ലയുടെ ലേക്ക്. ഇവിടെ തന്നെ രാത്രി സത്യം ഇവിടെ തന്നെ. ഇനി രാത്രിയിൽ ഇവിടെ തന്നെ. ഇവിടെ ഇനി കാണണം ടിവിയിലെ കുറെ റൊമാൻറ്റിക് ഹീറോകളുണ്ടല്ലോ. റൊമാൻറ്റിക് സരക്കൊക്കെ ഇനി ഇവിടെ തന്നെ. തണുപ്പ് പിടിക്കാൻ പുതിനെ വിളിച്ചല്ല പുതിന വേണ്ട മല്ലിയിലേ വേണ്ട പുതിന മല്ലിയിലയാ? അതാര്? ഓ അറിയാം പുതിന അറിയാം. ഇല്ല ഇനി രായ ഞാൻ ഒരു കാര്യം പഠിച്ചതെന്ന് പറഞ്ഞ ആരെ നോക്കരുത്. അണ്ണൻ പോയാ മുതലേ മുതലുണ്ട്. വെള്ളത്തിൽ മുതലുണ്ട്. ചാടരുത്. അറിയാതെ പോലെ ചാടരുത്. അങ്ങനെ പല പ്രലോഭനങ്ങളും വരും. ചാടരുത്. മുതലുണ്ട് ചാടി. ഇല്ല സരക്കെ നമ്മൾ ഓൾറെഡി തീരുമാനം എടുത്തൊരു കാര്യമാണ്. ഇനി അന്യഭാഷ ഒരുത്തി നമ്മുടെ കൂട്ടത്തിലോട്ട് വരരുത്.
പാപ്പ ഇതേ മുതലുള്ള ഒരു കൊള്ളെ ഗ്യാങ് ഹൗസിലുണ്ട്. മലയാള വാക്കുകളുടെ അർത്ഥം അറിയാതെ എന്തേലൊക്കെ പറയുന്നത് നമ്മള് കേട്ടോണ്ടിരിക്കണം, തിരിച്ചൊന്നും പറയാനും പറ്റൂല. സത്യം ആ വാസുവിന് കിട്ടിയല്ലേ പറയാൻ പോലെ ഒരു പോലീസ് കേസ് പറയാം. അതുകൊണ്ടാ പറഞ്ഞത് ഇനി നമുക്ക് ഒരു അന്യഭാഷ വേണ്ട. ആരും വേണ്ടെണ്ണ. അതെ അതെ ആരും വേണ്ടേ? വേണ്ടെങ്കിൽ ഇറങ്ങിക്കോ. അല്ല ഓക്കെ. നമ്മളിവിടെ വേറെ എന്തൊക്കെയാ പറയുന്നല്ലേ നമ്മള് ഇന്നലെ പറഞ്ഞ സ്പെഷ്യൽ സ്ഥലത്തെ പോണ്ടേ? അത് ഇന്നിപ്പോ വേണോ? അതിപ്പോ ഇനി അടുത്തൊരു ദിവസത്തേക്ക് പോകുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ആണോ? എനിക്ക് തോന്നുന്നു ആളെന്ന് വരും, ആളെന്ന് ആ അങ്ങനെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. അണ്ണന്റെ അടുത്ത് ചോദിക്കാം. അണ്ണ എന്തിനാണ്? എന്താടാ അസമാരെ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലം ഉണ്ട്. എന്ത് സ്പെഷ്യൽ സ്ഥലം? ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഇത്, ഇവിടത്തെ ഒരു സ്പെഷ്യൽ സ്ഥലമാണത്. എന്റെ അറിവിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഇന്ന് പോണോ നാളെ പോണോ? നാളെ പോവാം. ഇന്ന് ഇത് തീർക്കണ്ടേ? നമുക്ക് ഇതെല്ലാം തീർക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാങ് ഹൗസ് ഉണ്ട്, കുറെ പരിപാടി ഉണ്ടല്ലോ. നമുക്ക് അപ്പുറത്ത് പോവാം. അതായിരിക്കും ഹലോ, എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് തോന്നിയില്ല. ഇതൊരു ജസ്റ്റ് നമുക്കൊരു ഡീലായിട്ട് തന്നെ ഫീൽ ചെയ്ത്. എനിവേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. സോ ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഓക്കെ നടക്കാം, നടന്ന് സംസാരിക്കാം. ഓ ഉറപ്പായിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ സിറ്റിയിൽ വന്നിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ ഒരു സോ അങ്ങനെ ഒരു ഫിക്സഡ് സ്പോട്ട് ഉണ്ടാവൂലല്ലേ? ഇല്ല, ലീഗലിയുള്ള ആക്ഷൻസിന് മാത്രമായിരിക്കും ഓക്കെ നമ്മൾ ഓഫീസിൽ വെച്ചിട്ട് കാണാൻ സാധിക്കും. ഓക്കെ മനസ്സിലായി. സോ ജെപി അതൊന്ന് നീ സ്വീകരിച്ച പറ്റേ നമ്മുടെ ഇത് കഴിഞ്ഞു. ജെയിംസ് പാട്ട്. ഓക്കെ. നേരത്തെ അണ്ണ ഇല്ലായിരുന്നു ഇത് നമ്മുടെ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതാണ് നമ്മുടെ മെയിൻ കോ ലീഡർ ആണ്, സരക്കാണ്, നമ്മുടെ IGL ആണ്. മുമ്പേ വന്നപ്പോ ഞാൻ പറഞ്ഞില്ല ഫ്ലൈറ്റ് മിസ്സായി പോയിരുന്നു. പിന്നെ ഇപ്പൊ ഇത് പ്രൈവറ്റ് ജെറ്റിലാണ് ആളെത്തിയത്. നമ്മളിപ്പോ ഒരു ജെറ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ എൻ്റെ പേര് സാൻഡർ കേജ്. ഓക്കെ. ദിസ് ഈസ് ജെയിംസ് പാട്രിക് JP. ഓക്കെ. സോ സരക്ക് ടാസ്കിലുണ്ടായിരുന്നില്ലേ? ഓക്കെ. സോ JP എന്തെങ്കിലും റിസീവ് ചെയ്യാണ്ട് പറയുന്നു ടാസ്ക് കഴിഞ്ഞിട്ട്? കറന്റ് റിസീവ് ഒന്നുമില്ല. ഇവരുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിവാർഡ്സ് ഇവരുടെ GH വരുമ്പോഴത്തേക്ക് അവരുടെ ലോക്കറിലുണ്ട്. യെസ്, നിങ്ങളുടെ ഗ്യാങ് ഹൗസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലോക്കറിലേക്ക് നമ്മുടെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇതൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് നമ്മളായിട്ട് ഇപ്പോൾ ചെയ്തൊരു ടോക്കൺ ഓഫ് അഡ്വാൻസ് നമ്മൾ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ വേറെ എന്തെങ്കിലും JP എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഞാനൊരു ഡൗട്ട്, ഈ നിങ്ങള് ഇതില് ഈ ഗേൾസിനെ ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണ്? അവരൊക്കെ സ്കിൽഡ് ആണോ? ഒരു അത്യാവശ്യം സ്കിൽഡ് ആണ്. നമ്മള് ഓവർ നമ്മള് വയലൻസ് ഒരു ഡിഫെൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു നമുക്ക് അത്യാവശ്യം ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് വയലൻസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ, മീൻസ് നമ്മളെല്ലാവരും ഓൾ അറൗണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഗാർഡായിട്ട് നിൽക്കുന്നത്. പുറത്തുനിന്ന് ആരുടെയും വേറെ ഒരു ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. നാട്ട് ഇവിടെ കേരളത്തിലുള്ള ഒരു ഇവിടുത്തെ സിറ്റിയിലെ തന്നെ ആൾക്കാരാണോ അതോ പുറം നാട്ടുകാരാണോ? കുറച്ച് പുറത്തുനിന്നുള്ളവരുണ്ട്. അപ്പൊ നമ്മള് ഇപ്പം നമുക്ക് ഗ്യാങ് ആക്സസും അപ്പൊ ഇന്ന് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യോ? JP റെഡി അല്ലേ? എനിക്ക് തോന്നുന്നത് റെഡി ആയിട്ടില്ല എന്നാണ്. നമ്മൾ എന്തായാലും അത് കറക്റ്റായിട്ട് അറിയിക്കും. ഗ്യാങ് വെഹിക്കിൾ നിങ്ങളുടെ പാച്ച് വർക്കിനും സ്റ്റിക്കർ വർക്കിനും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും മാക്സിമം ഒരുമിച്ച് ഒന്ന് റിസീവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഡിലേ വരും, അതിനൊരു ഡിലേ വരും. എല്ലാവരും മാറി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സിറ്റിംഗിൽ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഗ്യാങ് അസറ്റ്സ് ഫുള്ള് നാളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. നമുക്കൊരു ഫീ ഉണ്ട് അതിന് പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഒരു 50 CR ബ്ലാക്ക് മണി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പൊ വേണ്ട, നിങ്ങളുടെ അസറ്റ്സ് കാർഡായിട്ട്
ഓ ഓക്കെ നമുക്ക് ഗ്രൈൻഡിങ്ങിന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ എങ്ങനെ ഞാൻ cash ഇന്നലെ കിട്ടും. അറിഞ്ഞിരുന്നു. ആ അതെ, പറഞ്ഞു തന്നായിരുന്നു. ഗൺ ക്രാഫ്റ്റിംഗിന്റെ ടേബിളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഹ്യൂമൻ ആസിഡ് എവിടെയാണ് ഗൺ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്. നമുക്ക് പോയി ടേസ്റ്റും കാണാം. കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഗൺസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂസ് ആ, ചെയ്യാം, സെല് ചെയ്യാം. ഓ അവിടെ ആ സ്ഥലം അവിടെ അല്ലേ അറിയാം. ഓക്കെ ഫൈൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഡീൽ ഉണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും വിളിക്കണം. എത്ര റിസ്ക് ഉള്ള ഡീൽസും ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും റെഡിയാണ്. മീ ആൻഡ് മൈ ബോയ്സ് ഓൾവേസ് വിൽ ബി ഹിയർ. അതിലാണ് നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. ഓക്കെ ഇവിടെ നമ്മുടെ ഇല്ലീഗൽ നമ്മൾ കൺസൈൻമെന്റിനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും പുറമെ ഞങ്ങളുടെ പല ആക്ടിവിറ്റീസ് അതർ ദാൻ ഇല്ലീഗൽ, ലൈക്ക് സെയിം ഇല്ലീഗൽ തന്നെ, അതർ ദാൻ ദ സിറ്റി ആക്ടിവിറ്റീസ്, നമുക്ക് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു കൺസൈൻമെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാംസ് നമ്മൾ ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ നമ്മളിപ്പോൾ അതായത് എക്സ്ട്രാ ആയിട്ട് നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഓക്കെ നമ്മൾ എല്ലാവരെയും അതുപോലെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ സോ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു ടാസ്ക് തരും. സോ ആ ടാസ്കിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഭിക്കുന്ന മറ്റേത് ടാസ്കിനും ഹയർ ആയിരിക്കും. ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുന്ന രീതിയിൽ മാത്രമേ ചെയ്യൂ. ഓക്കെ സോ അതിന് നിങ്ങൾ എപ്പോഴും നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളിത് റാൻഡമായിട്ട് ആരെങ്കിലും അവസരം പോലെ നമ്മൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ആദ്യം കൊടുക്കും. സോ ട്രസ്റ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് വൺസ് അത് കൺസ്യൂമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് നമ്മൾ എങ്ങോട്ടും നമ്മൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓൾവേസ് യു വിൽ ബി ഹാവിങ് എ ചാൻസ് ഫോർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കിപ്പം അങ്ങനത്തെ എന്ത് ടാസ്ക് ആണെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. സോ നിങ്ങൾക്ക് ഓൾവേസ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു കൺസൈൻമെന്റ് ഏൽപ്പിക്കാം. അത് തീർച്ചയായും വേറെ ആര് ചെയ്യുന്നതിനേക്കാളും നമുക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതുപോലെ ഇവരുടെ വാറിന്റെ കേസ് സംസാരിക്കാം. ട്രിബ്യൂട്ട് ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് സെറ്റ് ചെയ്യാതെ. സോ മിസ്റ്റർ വാസു, നമുക്ക് നമ്മളിപ്പോ പാർട്ടായിട്ടാണ് നടത്തുന്നത്. ആദ്യം ഓരോ സിറ്റിംഗ് വെച്ചിട്ടാണ് ഇത്. ഇപ്പൊ ഈ സിറ്റിംഗിൽ വന്നിരിക്കുന്ന കുറച്ച് ഗ്യാങ്സ് ഉണ്ട്. ഓൾറെഡി മീറ്റ് ചെയ്ത കുറച്ച് ഗ്യാങ്സ്, അത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു ട്രിബ്യൂട്ട് വാർ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ മീൻസ് ട്രിബ്യൂട്ട് വാർ മീൻസ് ഇറ്റ്സ് ലൈക്ക് ഇതൊരു നമ്മളൊരു ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഇവ പറഞ്ഞില്ലേ ഒരു എന്റർടൈൻമെന്റ് പോലെ സെറ്റ് ചെയ്യണതാണ്. ട്രിബ്യൂട്ട് വാറിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് എ ഫ്രീ കൺസൈൻമെന്റ് ഫ്രം ലൈക്ക് അത് നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മൾ ടോക്കൺ അഡ്വാൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫ്രീ കൺസൈൻമെന്റ്. ഓക്കെ, ട്രിബ്യൂട്ട് വാർ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ ഇപ്പൊ പുതുതായിട്ട് വന്ന ഗ്യാങ്സ് തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ളതാണോ? അതെ അതെ അതെ. അറ്റ് എ ടൈം രണ്ട് ഗ്യാങ്സ് ആണോ അതോ ഇപ്പൊ വന്ന 5 ഗ്യാങ്സ്? ബിജെപി പറയും 5 or 4 ഗ്യാങ്സ് ആയിരിക്കും. ട്രിബ്യൂട്ട് വാർ എന്ന് പറയുന്നത് നമ്മൾ വീക്ക്ലി കണ്ടക്ട് ചെയ്യുന്നത്. വീക്ക്ലി ഉണ്ടായിരിക്കും അങ്ങനെ ട്രിബ്യൂട്ട് പറയുന്നത്. ഒരു വാറിൽ 5 ഗ്യാങ്സ് ആയിരിക്കും. 10 മെമ്പേഴ്സ് ഈച്ച് ആയിട്ടുള്ള 5 ഗ്യാങ്സ് ആയിരിക്കും. അതില് 10 മെമ്പേഴ്സ്. യെസ്, 10 മെമ്പേഴ്സ് ഉള്ള 5 ഗ്യാങ്സ്, ടോട്ടൽ 5 ഗ്യാങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ വിൻ ചെയ്യുന്ന ടീമിന് നമ്മുടെ കൺസൈൻമെന്റ് ഫ്രീ ആയിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റിൽ കൺസൈൻമെന്റ്. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം മന്ത്ലി ആണേ. ഒരു മാസത്തിൽ ഒരു ഇതായിരിക്കും ഉണ്ടായിരിക്കുക. മന്ത്ലി അല്ലേ? ഓക്കെ. ഒരു ട്രിബ്യൂട്ട് വാർസോൺ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ഉണ്ടായിരിക്കുക. അതിന്റെ അതിൽ വിൻ ചെയ്യുന്ന ടീമിന് കൺസൈൻമെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യം. ഇതിപ്പം ഓപ്പൺ വാർ ആയിരിക്കും. അതെ, ഒരു ഐലൻഡ് ആയിരിക്കും. ആ ഐലൻഡിൽ ഓപ്പൺ വാർ ആയിരിക്കും. അവിടെ ആ ഐലൻഡ് യൂസ് ചെയ്യേണ്ട വെഹിക്കിൾ എല്ലാം അവിടെ നിന്നായിരിക്കും. നമ്മുടെ സ്വന്തം അസറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതില് എയർ ഡ്രോപ്സ് ഉണ്ടായിരിക്കും. എയർ ഡ്രോപ്സിൽ പല അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂർണമെന്റ് പോലെ മനസ്സിലായ മാസത്തിൽ ഒരിക്കൽ എല്ലാ ദിവസവും. അതുകൂടാതെ നിങ്ങൾക്ക് കൺസൈൻമെന്റ് വരും. പേയ്മെന്റ് ഇതേപോലെ പെയ്ഡ് കൺസൈൻമെന്റ് മീൻസ് ലൈക്ക് നിങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കൺസൈൻമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്ലോട്ട് ബുക്കിംഗ് ആണ്. വൺസ് ഇൻ എ മന്ത് ഒരു പ്രാവശ്യം. ഒരു ഗ്യാങ്ങിന് 1 ടൈം ആണ്, 1 ഫണ്ട്സ് ഇൻ എ മന്ത്. നിങ്ങൾ അത് സ്ലോട്ട് ബുക്ക് അനുസരിച്ചിട്ട് നമ്മൾ അത് കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്യും. അത് യൂഷ്വലി നിങ്ങൾ പെയ്ഡ് ആയിരിക്കും. ഐ തിങ്ക് പെർ ഗൺ ഐ തിങ്ക് 20 ആണ് നമ്മൾ 20 lakh ബ്ലാക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് 25 ആണ് നിങ്ങളുടെ സെല്ലിംഗ് കോസ്റ്റ്. നിങ്ങൾക്ക് അത് അതിനുള്ളിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യാം, യൂസ് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ യൂസ് ചെയ്യോ സെല് ചെയ്യാൻ നമ്മുടെ ചോയ്സ് ആണ്. സിറ്റിസൺസിന് വിൽക്കാൻ പറ്റുമോ നമുക്ക്? അല്ലേ, കറന്റ്ലി നിങ്ങൾക്ക് വിൽക്കാം. സോ ഇതെല്ലാം ബേസിക്കലി നമ്മൾ
ഗൺ ഷോപ്പ് നമ്മൾ ഓപ്ഷൻ ആവുന്നിടം വരെ നിങ്ങൾക്ക് കറന്റ് സിറ്റിസൺസിൽ ഗൺസ് ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യും. വൺസ് ഗൺ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ ഗൺ കൺസൈൻമെന്റ് എന്നുള്ളത് ഗൺ ഷോപ്പ് ഓണേഴ്സിന് മാത്രമായി. ഓക്കെ 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 ബാക്കിയുള്ള ഗ്യാങ്സിന് പിന്നെ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് കൺസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓൾ ഗുഡ്. പക്ഷേ ഗൺ ഷോപ്പ് വരുന്നിടം വരെ മന്ത്ലി 1 കൺസൈൻമെന്റ് ഒരു ഗ്യാങ്ങിനുണ്ടായിരിക്കും. അതാണ് പറഞ്ഞത് ഈ ട്രിബ്യൂട്ട് വാറിൽ ജയിക്കുന്ന വീക്ക്ലി 4 ഒരു മാസത്തിൽ 4 ട്രിബ്യൂട്ട് വാർ ഉണ്ടായിരിക്കും. ഓ അപ്പൊ അതിൽ ജയിക്കുന്ന ടീമിന് നമ്മൾ ആ കൺസൈൻമെന്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ 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 ഈ മാസത്തെ അതായത് 60 ഗൺസിന്റെ കൺസൈൻമെന്റ് ആയിരിക്കും. 60 ഗൺസ് ഫ്രീ ആയിട്ട് ഈ പ്രോസസ് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ബേസിക്കലി ഇതെല്ലാം നമ്മൾ ഇല്ലീഗൽ ഓപ്ഷനുള്ള ഒരു ഗ്രൈൻഡിങ്, അതായത് നിങ്ങൾക്ക് പൈസ കളക്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ചെയ്യുന്നത്. ഓപ്ഷൻ നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എല്ലാവരും നിന്ന് പ്രതീക്ഷിക്കുന്നത്, അറിയാലോ. ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഇല്ലീഗൽ ഓപ്ഷൻ വിത്തിൻ എ മന്ത് ഉണ്ടായിരിക്കും. ഒരു മാസത്തിനകത്ത് ഉണ്ടാവും അല്ലേ? യെസ് വിത്തിൻ എ മന്ത് ഉണ്ടായിരിക്കും. ഗ്രൈൻഡിങ് ഫെബ്രുവരിയിൽ പ്ലാൻ ചെയ്തതായിരുന്നു. ആൻഡ് നമുക്ക് പുതിയതായിട്ട് കുറെ ഗ്യാങ്സ് വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് മന്ത് എൻഡ് എന്തായാലും ഉണ്ട്. ഓക്കെ മനസ്സിലായി. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി എൻഡ്. അതിന്റെ ഗൺ ഷോപ്പ് മാത്രമായിരിക്കില്ല ഓപ്ഷൻ, വേറെ കുറെ ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ടായി. ലൈക്ക് റോബറി ഐറ്റംസ് സെല് ചെയ്യുന്ന ഷോപ്പ്, അല്ലെങ്കിൽ ഇല്ലീഗൽ കീവിംഗ് ഐറ്റംസ് സെല് ചെയ്യുന്ന ഷോപ്പ്, അങ്ങനെ കുറെ ഷോപ്സ് ഉണ്ടായി. ആൻഡ് ഗൺ ഷോപ്പ് ഒരെണ്ണമായിരിക്കില്ല, മേ ബി 2, 3, 4 ഉണ്ടായി. മനസ്സിലായി. പെർ ഗ്യാങ്ങിന് ഒരു ബിസിനസ് അവൈലബിൾ. ഒരു ബിസിനസ്. ഓക്കെ യെസ് കറന്റ് ഓക്കെ ഒരു ബിസിനസ് ഉണ്ടാണ്. മേ ബി ബിസിനസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ JP, I think they have their own plans, so we can conclude for today. Yeah, sure. So Mr. Vasu and one of your co-leader, please come with me. Ryan, Lucy. Yes. So നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ? കേൾക്കാം. ഇത് നമ്മുടെ മിസ്റ്റക്സിന് ട്രക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. ഇറ്റ്സ് ലൈക്ക് 6 CR ഉള്ളൂ. ഓക്കെ ഓക്കെ ഇത് നമ്മുടെ സ്റ്റോറേജ് വൈറ്റ് മണി. ഈ ട്രക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് ഞങ്ങൾക്ക് ഇന്നത്തെ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നോ ബൂം ബോക്സ് ബിലോങ്ങിങ് ടു 1 2 3 4 5 6 7 8 3 5 10 ഗണ്ണ്, ഹൈ കാർവ്, കാർബൺ റൈഫിൽ, ബ്ലൂ പ്രിന്റ്, മെറ്റൽ റോഡ്, അലുമിനിയം. രായ ഇതൊന്ന് കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുഴപ്പമില്ല, നാളത്തെ കട ഗ്യാസിലോട്ട് എത്തിച്ചേക്കാം. അപ്പോൾ ഇതും അതിന്റെ ബുള്ളറ്റ്സ് നാളെ ഗ്യാങ്സിലേക്ക് എത്തിച്ചേക്കാം. നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ഓൾവേസ് യൂസ് ചെയ്യാം. ഈ വണ്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ക്രാഫ്റ്റിംഗിനൊക്കെ ഏറ്റവും യൂസ് ചെയ്യാം. മോസ്റ്റ്ലി മിസ്റ്റർ എക്സായിട്ടുള്ള എല്ലാ ഡീലിംഗിലും ഈ ട്രക്ക് നമുക്ക് ആവശ്യം വരും. ഓക്കെ സോ അപ്പൊ നമുക്ക് ട്രക്ക് ഒരെണ്ണം വാങ്ങിക്കണം നമുക്ക്. നമുക്ക് 6 CR കോസ്റ്റേ ഉള്ളൂ. ഈസി ഞങ്ങളിപ്പോ അതൊന്നും സെറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. സോ ഞങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വെൽക്കമിങ് അസ്. അപ്പം ഇനിയുള്ള പരിപാടികളിൽ കാണാം. ഓക്കെ ഉറപ്പായിട്ടും കാണാം. ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നും ഉണ്ടാവും, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ വിളിക്കും. ഉറപ്പായിട്ടും സാധാരണ നമ്മൾ ഇവിടെ പുതുതായിട്ട് വരുന്ന എല്ലാ ഗ്യാങ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരാറുണ്ട്. നമ്മൾ ഉറപ്പായിട്ട് തരും. നമുക്ക് ചെറുതായിട്ട് തരാൻ താല്പര്യമില്ല, കുറച്ച് വലുതായിട്ട് തരാനേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇൻവിറ്റേഷൻ വിളിക്കുന്നതിന്റെ അന്ന് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ അപ്പൊ see you soon. ശരി. Yeah, keep in touch. Bye. FPP ഇടണം, എല്ലാത്തിനും FPP ഇടാൻ. എടാ നമ്മുടെ ഇതെല്ലാം കിട്ടി. അത് ഗ്യാങ് ഹൗസിലെ നാളെ എത്തിക്കും കേട്ടോ, ഗണ്ണും കാര്യങ്ങളൊക്കെ.
ബാ ബാക്ക് വന്നു തിരിച്ചു വന്നു നമ്മുടെ വണ്ടി ഇവിടെ ഇല്ലേ